ഹലോ കൂട്ടുകാരെ, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് വിശപ്പും ദാഹമൊക്കെ മാറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ക്യാരറ്റ് തൊലി കളഞ്ഞ് കഴുകി ചെറിയ പീസുകളായി കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിക്കാതെ ഒന്ന് അടിക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ വലിയ ജാറിൽ ആദ്യം തന്നെ ഇട്ടിട്ട് അടിച്ചെടുക്കും, ചിലപ്പോൾ അതിലിങ്ങനെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കിടക്കും. അങ്ങനെ ഇല്ലാതിരിക്കാനാണ് ആദ്യം തന്നെ ചെറിയ ഗ്രൈൻഡറിലിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ വലിയ ജാറിലേക്ക് മാറ്റിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ക്യാരറ്റ് അരച്ചതെല്ലാതും മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ടു. പിന്നെ അതിനെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിക്കുള്ള നാളികേരപ്പാലാണ്. നല്ല മധുരമൊക്കെയുള്ള നല്ല അടിപൊളി നാളികേരം എടുത്ത് അടിച്ച് അതിൻ്റെ പാലെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ക്യാരറ്റും ആ നാളികേരപ്പാലും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും, നല്ല കട്ടിക്ക് കിട്ടും. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നാളികേരപ്പാലോ അല്ലെങ്കിൽ നാളികേരത്തിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇല്ല നിങ്ങളിപ്പോൾ ഇളനീരാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇളനീർ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് എത്ര കട്ടി വേണം, ഒത്തിരി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പരുവത്തിലായിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്. ഇതൊരു സ്മൂത്തി ആയിട്ട് നമുക്ക് ഇതിങ്ങനെ അരിക്കാതെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിച്ചിട്ട് കഴിക്കണമെങ്കിൽ അരിച്ചിട്ട് കഴിക്കാം. പക്ഷേ ഹെൽത്തി ആയിട്ട് നമുക്ക് ആ ഒരു ഫൈബറും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അരിക്കാതെ കഴിക്കുന്നതാണ് നല്ലത്. അരിക്കാതെ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം നമ്മൾ ആദ്യം തന്നെ നല്ല സ്മൂത്തായിട്ട് ക്യാരറ്റ് അരച്ചതാണല്ലോ. അതുകൊണ്ട് ആ ഒരു അരച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ കൂടെ നാളികേരപ്പാലും കൂടി ചേർത്ത് വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത് നിർബന്ധമൊന്നുമില്ല, ഒരു ലേശം ചിയാ സീഡ് ഇതിൻ്റെ കൂടെ നമുക്ക് കുതിർത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒത്തിരി കൂടി പോകണ്ട കേട്ടോ, ഞാൻ എടുത്തപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയി ചിയാ സീഡ്സ്. അപ്പോൾ ആ ഒരു നമ്മൾ ആ ജ്യൂസ് കഴിക്കുന്നതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കുറച്ച് കുറഞ്ഞ പോലെ തോന്നി. കാരണം ജ്യൂസ് അടിച്ചപ്പോൾ കുടിച്ചപ്പോഴാണ് നല്ല ആ ഒരു ക്യാരറ്റിൻ്റെ മധുരവും ആ നാളികേരപ്പാലിൻ്റെ മധുരവും ഒക്കെ ചേർന്ന് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ ഒരല്പം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചിയാ സീഡ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ക്യാരറ്റും നാളികേരപ്പാലും കൂടി ചേർത്തിട്ട് അടിച്ചിട്ടുള്ള ആ ഒരു ജ്യൂസ് അങ്ങനെ കഴിക്കുന്നതാണ്. ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അരിക്കാത്തത് കൊണ്ട് തന്നെ ഇതൊരു സ്മൂത്തി ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഐസ് ക്യൂബ് അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണവിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.